ശ്രീനിയേട്ടാ ശ്രീനിയേട്ടാ ശ്രീനിയേട്ടാ. അപ്പൊ ശ്രീനി എൻ്റെ അടുത്ത് തന്നെ കണ്ടടാ എന്റെ ഫാൻസ് എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് എത്തിയപ്പോ കുറച്ച് പേര് ജഗദീഷേട്ടാ, ഞാൻ പല സൈഡിലാണ് ജഗദീഷേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടാ എന്റെ ഫാൻസ് കണ്ടാ, എന്റെ ഫാൻസ് എന്നല്ല നിന്നെ തിരിച്ചറിയുന്നവർ എന്ന് പറ. അതായത് രാമഭദ്രൻ ചോദിക്കാണ് നായിക ഇംപ്രസ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ നേരത്ത് ഈ മായൻകുട്ടി പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ള കാര്യം ഇന്ന് സിനിമയിൽ ഇന്ന് ഒരു കാര്യം ചെയ്യണം, നീ ഒരു ആർട്ടിഫിഷ്യൽ ടാറ്റു അവളുടെ പേര് വെച്ച് നീ ഇങ്ങനെ, എന്നിട്ട് നീ മനഃപൂർവ്വം കാണിക്കാത്തത് പോലെ തന്നെ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയ്യെടുത്ത് അത് വീട്ടിൽ കാണൂല്ലേ, അച്ഛൻ കാണൂല്ലേ, എടാ അത് മാറ്റിയാളല്ലേ ഇപ്പൊ മാറ്റിയതല്ലേ അച്ഛൻ ചോദിച്ചേ രാമഭദ്ര എന്താ കയ്യില്. ഇന്നസെന്റേട്ടൻ പറഞ്ഞേ അവന്റെ കയ്യിൽ ടേറ്റുണ്ട്. സാറ് ചോദിക്കും ഹരിപ്രസാദ് എവിടെ, അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ കൗണ്ടറിന്റെ കാര്യത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ ജീനിയസ് ആണ്. വലിയ പ്രതിഭയാണ്. എന്തും അതിന്റെ സംഭവത്തിൽ അതിന്റെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. എന്നാൽ പോലും നമ്മള് ട്രൈ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏറ്റവും ഇളയ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ അവന് 2.5 വയസ്സായിട്ടുള്ള അവന്റെ അടുത്ത് എനിക്ക് ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് വിളിച്ചിരിക്കും പിന്നെ അപ്പൂപ്പന്റെ പേരെന്താ ജീജീഷ്. അതാണ് എന്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത്. I have tattoos with like matching tattoos with like my friends. This is with my best friend. Okay. This is with my other best friend. Oh, അത്രയ്ക്കും നല്ല ബന്ധമാണ്. ഇപ്പൊ തുടങ്ങി പുറത്ത് തുടങ്ങിയില്ല ഞാൻ. ഒന്ന് രണ്ടെണ്ണമായി. കാട്ടാളനെ അലി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെയൊക്കെയോ അത് ഞാൻ അലിയുടെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാറായിട്ട് പറ്റില്ല. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഒരു നല്ല എന്റർടൈനർ ആയിരിക്കും, ആക്ഷൻ പാക്ഡ് എന്റർടൈനർ, അതിൽ യാതൊരു സംശയം വേണ്ട. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് സുഖമാണ് എന്ന് പറയുന്ന മൂവി 13th ഹിറ്റ് ചെയ്യാൻ പോകുന്നു. സോ ഐ എം വെൽക്കമിങ് ഓൾ ദ ക്രൂ. ഹലോ, വെൽക്കം. താങ്ക് യു. ബ്രോ, ജഗദീഷേട്ടാ, ദേവിക ആൻഡ് മാത്യൂസ്, വെൽക്കം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ടൈറ്റിൽ ശരിക്കും അതുപോലെ തന്നെയാണോ? ഈ ട്രെയിലർ ഞാൻ കണ്ടു. നൈസ് വർക്ക്. താങ്ക് യു. സോ അബൌട്ട് ദ മൂവി പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ കഥയിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നവര് ശരി പല അവസ്ഥയിലും പെട്ടവരാണ്. വിശേഷിച്ച് ഈ 3 ക്യാരക്ടേഴ്സ് നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരും ഇല്ല എന്ന് വിചാരിക്കുന്ന 3 കഥാപാത്രങ്ങളാണ്. അപ്രതീക്ഷിതമായ സുഖമാണോ എന്ന് ചോദിക്കാൻ ചിലർ വരുന്നുണ്ട്, പരസ്പരം ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് മാത്യുവിന്റെ ക്യാരക്ടറൊക്കെ അത് സ്നേഹിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ സാധാരണ സ്നേഹിക്കാത്ത ചില ആൾക്കാരാണ് മാത്യുവിനെ സ്നേഹിക്കാൻ വരുന്നത്. ഓഹോ, ശരി. സ്നേഹിക്കാൻ വരുന്നത് അവര് വേണമെങ്കിൽ ചിലര് അതിനെ ആത്മാക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്രയും മാത്രം ഹിന്റ് തരാം. ഭയങ്കര കൂളായിട്ട്, അതായത് വളരെ ഒരു ലേമാൻ അല്ലെ ഒരു കോമൺ മാൻ എങ്ങനെയാണോ റോഡിൽ വെച്ചിട്ടാ ഇതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഈവൻ ലൊക്കേഷനിലും ജഗദീഷ് ഏട്ടന്റെ ആ ഒരു നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഇത് എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി സർ ഒരു പ്രൊഫസർ ഒക്കെ കൂടെ ആയതുകൊണ്ട് ഞാൻ അറിയാതെ എന്റെ കൈ ഇങ്ങനെ ബാക്കിലാവും മിണ്ടുമ്പോ. ഇപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ നോട്ടീസ് ചെയ്യുക, എന്നെ അറിയാതെ സാറിന്റെ അടുത്ത് മിണ്ടുമ്പോ ഇങ്ങനെ കൈ ബാക്കിലാവും. അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാ. പക്ഷെ അതെ, വെരി ചിൽ. അങ്ങനെ നമ്മള് എന്തൊക്കെയാണോ എല്ലാവരും മിണ്ടി അങ്ങനെ അല്ല, ഇവരൊക്കെ വളരെ ഈസി ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഏജ് ഒരു ജനറേഷൻ ഗ്യാപ്പോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അവര് അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ഡിഫറൻസ്, എല്ലാവരും ഒരു പ്രായം പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് അടിസ്ഥാനപരമായി ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുക. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ശംഭുവിന്റെ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? എങ്കിലേ ഇന്റർവ്യൂ നന്നാവുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ചോദ്യത്തിൽ എന്താണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അത് ഉൾക്കൊണ്ട് നമ്മൾ പറയണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഇന്റലിജൻസ് എന്നോ കോമൺ സെൻസ് എന്നോ ഒക്കെ പറയാം. അപ്പം നമ്മൾ ചോദിക്കുന്ന രീതിയിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ് ആ പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരാളുടെ അടുത്ത് ഒരു വഴി ചോദിക്കുമ്പോൾ അയാളെ വഴി പറഞ്ഞു തരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചോദ്യം. മറ്റേ ആ വഴി എങ്ങോട്ട്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള വഴി ചിലപ്പോൾ പറഞ്ഞു തരും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ സിനിമകളൊക്കെ എന്റെ മനസ്സിലോട്ട് വരുന്നു ഓരോ ക്യാരക്ടേഴ്സ് വഴി തെറ്റിച്ച് വിടുന്നുണ്ട്. കുണുക്കിട്ട വഴിയില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പം യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട് കൾച്ചർ അനുസരിച്ച് അവിടെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ അവിടുത്തെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഹോട്ടലിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് വെള്ളം വേണമെന്ന് ചോദിച്ചോളൂ, ഒരിക്കലും നമ്മൾ ഇങ്ങനെ വിളിക്കാൻ പാടില്ല. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് എന്ന് വിളിച്ചിരുന്നാൽ അത് കാരണം ഈ മൃഗങ്ങളെ വിളിക്കുന്ന പോലെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് പാരങ്ക തമ്പി അണ്ണേ സാർ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞിരുന്നാൽ ഒരു റെസ്പെക്ട് കൊടുത്ത അതിന് സംഭവം വന്നത് കൊഞ്ചം തന്നെ കൊടുക്കില്ല. അപ്പൊ അത് ചോദിക്കുന്നവർക്ക് മറ്റേ അതായത് ഒരു വ്യക്തിയല്ല അവിടെ, എന്തോ ഒരു ജീവിയെ വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിക്കുന്നത് അതൊരു കൾച്ചറിന്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ നേരത്ത് വേറെ ആരെങ്കിലും എന്ന് വിളിക്കാൻ ഞാൻ എന്ന് വിളിക്കാതെ ചേട്ടാ ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് പേര് ഒന്നും പിടിയിട്ടില്ലെങ്കിൽ ചിലർ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ ക്ലിയർ ആകാത്ത രീതിയിൽ അയാളുടെ പേര് വിളിച്ചാൽ അയാൾ തിരിഞ്ഞു നോക്കും. ആ പേരൊന്നും നമ്മൾ അറിയണമെന്നില്ല, ആ ബഹളമായിട്ട് നോക്കും. ഇങ്ങനെ കുറച്ച് വെള്ളം തരും, ഓക്കെ, അയാൾക്ക് സന്തോഷം നമുക്ക് സന്തോഷം. എന്താണ് വ്യക്തമല്ല, അത് ചെയ്താൽ മതി. അയാൾക്കൊരു റെസ്പെക്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. അവിടെ അയാൾ സപ്ലൈ ചെയ്ത് കഴിയുന്ന ഈ സപ്ലയർ യഥാർത്ഥത്തിൽ അയാൾ ബിരുദധാരിയായിരിക്കും, അയാളുടെ സാഹചര്യം അനുസരിച്ച്. അപ്പൊ ആരാണ് എന്താണ് ഈ നമ്മളിപ്പോ ഓട്ടോ ഓടിക്കുന്നവര് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമ്മൾ ഞെട്ടിപ്പോവും ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ ടാക്സി ഓടിക്കുന്നവര് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പൊ അവരുടെ രണ്ടാമത്തെ സ്ഥാനം ഞാൻ ഇങ്ങനെ ഓടിക്കാൻ നേരത്തെ അവരുടെ പേരും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അവർ കൂളായിട്ടിരിക്കുമ്പോൾ പിന്നെ അവർ മനസ്സ് തുറക്കും. അപ്പോൾ അവർ പറയും ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഞാൻ പറയും ധൈര്യമായിരിക്കുക, ജോലിയൊക്കെ കിട്ടും. അപ്പോൾ ഏത് സ്പെഷ്യലൈസേഷനാണ്? ഞാൻ മെക്കാനിക്കൽ, ധൈര്യമായിട്ട് നല്ല ബ്രാഞ്ചാണ്, കിട്ടും എന്നൊക്കെ ഒരു രണ്ട് വാക്ക് നല്ല വാക്ക് പറഞ്ഞിരുന്നാൽ നമ്മളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കുറഞ്ഞ ജോലിയായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഈ ടാക്സി ഓടിക്കുക എന്നൊക്കെ പറയുന്ന അയാളുടെ മനസ്സിൽ എന്തായിരുന്നാലും ഒരു പ്രയാസം കാണുമല്ലോ, ആഗ്രഹം കാണും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരാളെയും നമ്മൾ അങ്ങനെ ഒരു കുറഞ്ഞ ആളായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇന്ന് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നുള്ള രീതിയിൽ അവരൊരു അധ്വാനിച്ച് പലരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പല ജോലിയും ചെയ്യുന്നുണ്ടാവും. ആ ഒരു റെസ്പെക്ട് കൊടുക്കണം. തീർച്ചയായിട്ടും അതൊരു കോർട്ടേഴ്സിയാണല്ലോ നമ്മൾ. വേണം, തീർച്ചയായിട്ടും. മുകേഷേട്ടനാണോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജഗദീഷ് ചേട്ടൻ ആണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും കൗണ്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ഇടയ്ക്ക് ആർക്കും പറ്റില്ല. പക്ഷെ ശ്രീനിവാസൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ കൗണ്ടർ അടിച്ച് ഇവർക്കിടെ ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ലൊക്കേഷൻ സെറ്റിലൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ഈയിടെ റിയാലിറ്റി ഷോയിലാണെങ്കിലും പാട്ട് പാടുന്ന കേസ് കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ 10,000 രൂപ അങ്ങോട്ട് ജഗദീഷേട്ടൻ പാടാതിരിക്കാവോ, പാടാതിരിക്കാമെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ആ ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു. അത് ആ കൗണ്ടറിന്റെ കാര്യത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ ജീനിയസ് ആണ്, വലിയ പ്രതിഭയാണ്. എന്തും അതിന്റെ സംഭവത്തിൽ അതിന്റെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. എന്നാൽ പോലും നമ്മൾ ട്രൈ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പിന്നെ കാറിൽ നമ്മൾ ടാക്സിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡ്രൈവർ ചോദിച്ചു, ചേട്ടാ ഫ്രണ്ടിൽ കയറണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ശ്രീനിവാസൻ ഡോറ് തുറന്ന് അകത്ത് കയറിയിട്ട് പറഞ്ഞു, അവനൊന്നും ഫ്രണ്ടിൽ ഇരിക്കാറായില്ല എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് കയറി. അപ്പം ഇവിടെ തന്നെ ഞാൻ ബാക്ക് ഡോർ പറഞ്ഞിട്ട്, അതെ മുതലാളിമാർ എപ്പോഴും ബാക്കിലാണ് ഇരിക്കുന്നത്. അത് ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചു. അവിടെയാണ് ശ്രീനിവാസന്റെ ഗ്രേറ്റ്നസ്. അതല്ലാതെ അതില് ഒരു ജെനുവിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ശ്രീനിവാസൻ അതിലും ചിരിച്ചു. വേറെ വല്ലവരാണെങ്കിൽ അത് അയാളെ കൊച്ചാക്കാൻ പറഞ്ഞെന്ന രീതിയിൽ ഗൗരവത്തിരുന്നേനെ. നമ്മള് തിരിച്ച് ശ്രീനിയെ എത്ര കളിയാക്കി പറഞ്ഞാലും ശ്രീനി ചിരിക്കേ ഉള്ളൂ. ശ്രീനിക്ക് അത് ഫെൽറ്റായി എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും ശ്രീനി പെരുമാറിയിട്ടില്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീനിയുടെ ഏറ്റവും വലിയ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ കാണുമ്പോൾ പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ചൊക്കെ ഇവിടെ നല്ല അഭിപ്രായമാണ് കേട്ടോ. അവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോ ഇപ്പൊ നിന്നെ കുറിച്ചൊക്കെ ഇവിടെ നല്ല അഭിപ്രായമാണ് കേട്ടോ. അതിന്റെ ആകെ കുഴപ്പം പിടിച്ച അർത്ഥമല്ലേ ഇപ്പൊ
ഭയങ്കര അയ്യോ അയ്യോ. അതേപോലെ തന്നെ ഞാൻ പിന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. പിന്നെ ഈ മുത്താരംകുന്ന് പിയുടെ ഡബിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രീനിവാസന് 2 സൈഡിലും ചിത്രാഞ്ജലി പൊയ്ക്കൊണ്ടിരുന്നത്, ഓ ശ്രീനിയേട്ടാ ശ്രീനിയേട്ടാ ശ്രീനിയേട്ടാ. അപ്പൊ ശ്രീനി എൻ്റെ അടുത്ത് വന്നു, കണ്ടടാ എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു. ഓരോ സ്ഥലത്ത് ശ്രീനിയേട്ടാ, ശ്രീനിയേട്ടനെ കൂടുതൽ പേർക്ക്, ശ്രീനി കുറച്ചുകൂടെ സീനിയർ അല്ലേ. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ച് പേര് ജഗദീഷേട്ടാ, ഞാൻ വലത് സൈഡിലാണ്, ജഗദീഷേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ടാ എൻ്റെ ഫാൻസ് കണ്ടാ, എൻ്റെ ഫാൻസ് എന്നല്ല നിന്നെ തിരിച്ചറിയുന്നവർ എന്ന് പറ. ഇതൊക്കെ ഒരു സെക്കൻഡിനുള്ളിൽ പറയാണ്. പറഞ്ഞ രീതി പക്കയാ. അതാണ് പറഞ്ഞത്. ആ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ലോകത്ത് ആരെങ്കിലും റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ചായ വേണോ എന്ന് ചോദിക്കാൻ നേരത്ത് വേണ്ടി വന്നേക്കും. റൂംബ എടുത്ത് പറയാണ്, റിയൽ അമൃത ഹോട്ടലിലെ റൂംബ എടുത്ത് പറഞ്ഞാണ് വേണ്ടി വന്നേക്കും. അങ്ങനെയൊക്കെ ഒരു മറുപടി ഒരാള് ഇപ്പൊ വീക്കെൻഡ് പോലെയോ ഒക്കെ ഉള്ള അത്തരത്തിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ശ്രീനിയുടെ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ഭയങ്കര ഇന്റലക്ച്വൽ ഹ്യൂമർ. സ്പോട്ടിൽ ഇന്റലക്ച്വൽ ഹ്യൂമറാണ്. അത് ഒരു രക്ഷയില്ല. ആ സ്റ്റാൻഡേർഡിലൊന്നും നമ്മൾ ഒരിക്കലും എത്തില്ല. അതുപോലെ മാത്യുസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണം എന്ന് പറഞ്ഞത് പ്രേമലുവിലെ ഇടയ്ക്കുള്ള ക്യാരക്ടർ ഉണ്ട്, ആ ബുജി പരിപാടി. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ സ്കൂളിലാണെന്ന് പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ആ കംപ്ലീറ്റ്ലി 100% ഞാൻ പറയുന്നില്ല, എന്നാലും അതുപോലുള്ള ക്യാരക്ടർ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? ഉറപ്പായിട്ടും എന്റെ കൂടെ പഠിച്ച ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര സ്റ്റഡി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ നമ്മളും ഇടയ്ക്ക് അങ്ങനെ ആവാൻ ശ്രമിക്കൂല്ലോ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാർക്ക് കുറയുമ്പോൾ ശരി നാളെ പോലെ നമ്മളും പഠിത്തം മാത്രം എന്ന് പറഞ്ഞ് നമ്മളും കുറച്ച് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതി മോശമാവുന്ന വരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് ബുദ്ധിയാവാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ദേവക ഇപ്പോഴും എനിക്കും ദേവകയുടെ ഫ്രണ്ട്സ് പറയുന്നില്ലേ, എന്നാലും യു ആർ വെരി ലക്കി, ഫസ്റ്റ് മൂവി ദാറ്റ് ടു യു ആക്ടഡ് വിത്ത് ഫഹദ് ഫാസിൽ. ഇപ്പോഴും പറയുന്നവരില്ലേ? ആ ടൈമിലൊക്കെ പറഞ്ഞ ടൈമില് മറ്റേ ഇതായിരുന്നോ, മറ്റേ സലികുമാറാട്ടൻ ഇരിക്കുന്ന എപ്പോഴും അതൊരു ലെസൺ തന്നെ അല്ലായിരുന്നു? അതെ അതെ. ഞാൻ ഇപ്പം അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയപ്പം അവിടുന്നാണ് എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇന്റൻസ്ലി ആൾക്കാരുടെ അപ്രീസിയേഷൻ വന്നത്. കാരണം അവര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ ദേവിക ഹാസ് ഡൺ എ ഫിലിം വിത്ത് ഫഹദ് ഫാസിൽ ഇൻ മലയാളം. അവരൊക്കെ ഫഹദ് ഫാസിൽ, അത് ആ റിയാക്ഷൻ ഈവൻ നൗ ദാറ്റ് ഹാപ്പൻസ്. ഇറ്റ്സ് വെരി സർറിയൽ. ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ ഇപ്പം ഡിക്യുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് ഓൾസോ സച്ച് എ ഡ്രീം. I couldn't do a film and all. ചിലപ്പോ സിനിമയൊക്കെ ചെയ്ത് ഞാൻ എല്ലാ ദിവസവും തലചുറ്റി വീഴും. I have told DK also അതായിരിക്കും നടക്കുക അഥവാ അങ്ങനെ ഒരു നടക്കട്ടെ. ഈ പണ്ടത്തെ സിനിമകളിലെ ഈ ഇപ്പോഴത്തെ ജോണേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ജോണേഴ്സ് ആയിരുന്നു ഈ ആൾമാറാട്ടം എന്ന് പറയുന്നൊരു ജോണർ. അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. നമ്മൾ ഞാൻ എൻജോയ് ചെയ്ത് പിടിക്കപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കും, അല്ലേ അത് എങ്ങനെയാണെന്ന് നോക്കും. അത് ജഗദീഷ് ചേട്ടൻ്റെ സിനിമകളിൽ വളരെ സുലഭമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജഗദീഷ് ചേട്ടൻ തന്നെ പല രീതിയിൽ ആക്ട് ചെയ്യുന്ന സിനിമയും, അത് മറ്റേ ഒരു മാരുതി 800-ൽ ഒരു കുട്ടീനെ കയറ്റുമ്പോൾ മറ്റേ DJ പാട്ടിട്ടുണ്ട് പോകും, അടുത്ത് വരുമ്പോൾ സ്വാമിയായിട്ട് കയറിയിരിക്കും എന്ന് പറഞ്ഞ് വരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് പരിപാടി. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് മധുസാറിൻ്റെ കൂടെ ചെയ്തത് സിംഹവാലൻ എന്ന് പറയുന്നത്. അതിൽ ഗിരിയും പിന്നെ ഹരിപ്രസാദും ഗിരിപ്രസാദും, അത് ആ സ്പോട്ടിലുള്ള മാറ്റം പരിപാടി. അതിൽ എത്രത്തോളം ചലഞ്ച് ഉണ്ട് ശരിക്കും? അതിൽ ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാല് ഒരു ഷോട്ടിൽ തന്നെ 2 ക്യാരക്ടറായിട്ട് മാറിയിട്ട് വരേണ്ടതായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഷോട്ടിൽ ആദ്യം വന്ന് ഹരിപ്രസാദായി വന്ന് ഇവിടെ ഇറങ്ങി ഇതുവഴി പോയി ക്യാമറയുടെ ബാക്കിൽ കൂടെ കറങ്ങി ചെന്ന് ആ സ്റ്റേഴ്സ് കയറി മേക്കപ്പ് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റണം, കോസ്റ്റ്യൂം മാറ്റണം. അത് കഴിഞ്ഞ് വീണ്ടും ഗിരിപ്രസാദ് താഴെ ഇറങ്ങി വന്നിട്ട് സാറ് ചോദിക്കും ഹരിപ്രസാദ് ഇവിടെ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോകുന്ന സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അത് സിംഗിൾ ഷോട്ടിൽ. അപ്പൊ അത്രയും ടൈം എടുത്ത് ഞാൻ ഇത് ഒരു ഷോട്ടിന്റെ ഒക്കെ ഒരു ലെങ്ത് ഇല്ലേ, ആ ലെങ്തിനുള്ളിൽ ഇപ്പൊ സിനിമ എടുത്ത് നോക്കിയാൽ കാണാം. ആ സിംഗിൾ ഷോട്ടിൽ തന്നെ ഞാൻ മോളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. സംസാര രീതി എനിക്ക് എപ്പോഴും ഇല്ലേ, ചെറുതായിട്ട് മറ്റേ ബാലചന്ദ്രൻ സാറില്ലേ പറയുന്ന ഒരു സാധനം ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് അതിനകത്ത് ആശുപത്രിയിലാണ്
ഇദ്ദേഹം പിന്നെ ആ സ്റ്റേഡിയത്തിന് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് മധുസാറ് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്നതും ഈ ഓട്ടവും അതില് സുകുമാരി ചേച്ചി വരുന്നതും ശരിക്കും അതിന് ഹാർഡ് വർക്ക് ആക്ച്വലി വേണം അല്ലേ? അയ്യോ അത് പിന്നെ മധുസാറിന്റെ ഏറ്റവും നല്ല ഹ്യൂമറസ് റോൾ എന്ന് പറയുന്നത് ഈ പടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ഹ്യൂമറിന്റെ കാര്യത്തിൽ മാനേശ്വരി വിശ്വാമിത്രനിൽ ചെയ്തിട്ടുണ്ട്, വേറെ സിനിമകളിലൊക്കെ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അത്ര ഹ്യൂമർ ഒരു പടത്തിലും. അതുപോലെ ഇതൊരു ഹാപ്പി, ഇപ്പം ആസ് എ ഡയറക്ടർ ഞാൻ ചോദിക്കുവാണ്, നമ്മൾ വെൽക്കം ചെയ്യുന്ന രീതിയുണ്ട്, ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന പല രീതിയിൽ വെൽക്കം ചെയ്യുക. ദിസ് ഇസ് എ ഹാപ്പി മൂവി, വരൂ വാച്ച് ചെയ്യുക പോവുക. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഇത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മൂവി, വരൂ നിങ്ങൾക്ക് തിങ്ക് ചെയ്തിട്ട് തിരിച്ചു പോകാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ആസ് എ ഡയറക്ടർ ഇതിനെ എങ്ങനെ പറയും? കാരണം പേരിൽ തന്നെ സുഖമാണ്. ആക്ച്വലി ദർ ഇസ് യു ആർ സെയിങ് സുഖമാണ്, എവറിത്തിങ് ഇസ് ഫൈൻ. കറക്റ്റ്. എന്നിട്ട് ഞാൻ ചോദിക്കാം, നമ്മളിതൊരു ഫീൽ ഗുഡ് ജോൺറേ എന്ന് വിളിക്കുന്നേക്കാളും നല്ലത് ഒരു സ്ലൈസ് ഓഫ് ലൈഫ് അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ. കാര്യം ചെറു നേരത്തെ പറഞ്ഞ പോലെ കുറെ ആത്മബന്ധങ്ങളുടെ കഥയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഇമോഷൻ, സ്നേഹം, അല്ലെങ്കിൽ അത് ആ ഒരു കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റബിൾ എന്നുള്ളൊരു വാക്ക് തന്നെയായിരിക്കും എനിക്കിതിൽ കുറച്ചും കൂടെ പറയാൻ തോന്നുന്നത്. ജഗദീഷേട്ടൻ്റെ ലൈഫും ഒരു ചിട്ടയായ ലൈഫാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് ഓരോ കഥകൾ കറക്റ്റ് ആപ്റ്റായിട്ട് വരുന്നു, കറക്റ്റ് ടൈമിൽ പങ്ക്ച്വലായിട്ട് വരുന്നു, വേണ്ടത് പറയുന്നു, എല്ലാം സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ഒരാളും കൂടെയാണ്. എവിടെ അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ജഗദീഷേട്ടൻ. അപ്പം അത് ഒരു പണ്ടത്തെ സിനിമകളിലൊക്കെ ആണെങ്കിലും മറ്റേ സൈനിക ചേട്ടൻ ജിമ്മിൽ പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സെൽഫ് കെയറിങ് ഉണ്ടോ ശരിക്കും ജഗദീഷേട്ടൻ? ഞാൻ ചോദിക്കുക പണ്ട് മുതലേ. അല്ല, ഞാൻ ഒരു എന്താ പറയുക, ഒരു കലാകാരന് വേണ്ട ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ. ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആരോഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയുസിനേക്കാളും കൂടുതൽ ആരോഗ്യമാണ്. നമുക്കൊരു നല്ല ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, ഒരു റോൾ പെർഫോം ചെയ്യാൻ. നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഒരു ബലമില്ലെങ്കിൽ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ നമുക്ക് പല തടസ്സങ്ങളും വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കാമോ, ഇതിനെ ഒരു കാലത്തിനെ അത്രത്തോളം നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു കാലം കഴിയും തോറും നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് നമ്മൾ തന്നെ കൊണ്ടുവരണം. കുറച്ചുകൂടെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പം നമ്മളൊരു നല്ല കരിയർ വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഉള്ള ടൈം ആരോഗ്യമായിട്ടിരിക്കുക. അതെ, അതാണ് ദൈവത്തിന്റെ കയ്യിൽ. അതെ, ഉള്ള കാലം ജീവിച്ചിരിക്കുന്നിടത്തോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. രോഗങ്ങൾ വരുന്നത് നമ്മുടെ കയ്യിലല്ല. ഇൻ ദ സെൻസ് ഈ അല്ലെങ്കിൽ ചില രോഗങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുന്നതായിരിക്കാം. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഡയബറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെയുള്ള ചില രോഗങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കാരണമൊന്നും ഇല്ലാതെ ചില സംഭവങ്ങൾ ചിലർക്ക് ഇപ്പോൾ വരാറുണ്ട്. ഇപ്പം ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ഇപ്പം പുകവലിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല ക്യാൻസർ വരുന്നത്. ഒട്ടും ഡ്രിങ്ക്സ് കഴിക്കാത്തവർക്കും ലിവറിൻ്റെ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല. അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കുക. ജിംനാസ്റ്റിക് രാജുവിനെ ഓർമ്മ വരുന്നു. അത് മറ്റേ അമ്മായി എന്ന് പറഞ്ഞിട്ട് മറ്റേ ജിംനാസ്റ്റിക് രാജു അല്ലേ, സൈനിക ചേട്ടൻ ജിമ്മില് മറ്റേ സിനിമയില്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അമ്മായി എനിക്കൊരു പാലുണ്ടോ, പാലില്ല, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആ ഒരു അത് സൈനിക ചേട്ടനാണല്ലോ ഇതിനകത്ത് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചത്. അതിൽ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഇപ്പൊ പറയാൻ? അല്ല, അതില് നല്ല മെമ്മറീസ് ഒരുപാടുണ്ടോ. ഒന്നാമത് ഈ സൈനുദ്ദീനുമായിട്ട് ആ മറ്റേ കോച്ചിങ് ഒക്കെ തരുമ്പോ എന്റെ കയ്യിൽ നിന്ന് ഡബല് താഴെ വീണ്, അതെ അല്ലേ, സൈനുദ്ദീന്റെ കാല് വന്ന് വീഴുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അതില് എന്നെ വഴിതെറ്റിക്കുന്നുണ്ട് സുനിതയുടെ ക്യാരക്ടർ. ഞാൻ നാട്ടും പുറത്തുനിന്ന് വരികയാണ്, സിറ്റിയിലോട്ട് വരുമ്പം പെൺകുട്ടികളെല്ലാം കൂടെ വഴിതെറ്റിച്ച് ഞാൻ വീണ്ടും കറങ്ങി അവരുടെ മുന്നിൽ തന്നെ ചെന്ന് പെടുന്നുണ്ട്. പിന്നെ പ്രേമലേഖനം ഞാൻ എഴുതുന്നത് ഇഫ് യു ലവ് മീ ഓൾസോ ഐ ലവ് ഇഫ് യു പറയുന്ന രീതി, ഇഫ് യു ലവ് മീ ഓൾസോ ഇഫ് യു എന്നൊക്കെ പറയുന്നത്, ഓൾസോ ഐ ലവ് ഇഫ് യു, ഓൾസോ ഐ ലവ് ഇഫ് യു. അത് അതിൽ മറക്കാനാവാത്ത സംഭവങ്ങളാണ്. പിന്നെ അതിനകത്ത് അബദ്ധം കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വീഡിയോഗ്രാഫറായിട്ട് സിദ്ദിഖിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോകും. അപ്പം എന്തോ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഹാരം ഇട്ട് കൊടുക്കുന്നത്
വരൻ താഴെ എന്തോ ഹാരം താഴെ പോവും, ഇയാള് അത് വീണ്ടും ആ ഹാരം എടുത്ത് ഞാൻ തന്നെ കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്തതാണ്. അയ്യോ, അങ്ങനെയുള്ള ഇപ്പൊ മാത്യൂസേ, ഇപ്പൊ മാത്യൂസ് ഇപ്പൊ ആസ് എൻ ആക്ടർ എന്നുള്ള രീതി അല്ലാതെ നോക്കുമ്പോ, ഇപ്പൊ പാരന്റ്സ് നോക്കുമ്പോ മദർ മാത്സ് ടീച്ചർ അല്ലേ, ഫാദർ ഒരു എഞ്ചിനീയർ ആണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയർ ആണ്. അപ്പം ഫസ്റ്റ് ആ ടൈമിലൊക്കെ അവർക്കൊരു മൈൻഡിലൊരു ഇത് ഉണ്ടായിരുന്നു, ലൈക്ക് ആക്ടിങ് എന്തായാലും പാരന്റ്സ് അങ്ങനെ ആകുമ്പോൾ ഓഫ് കോഴ്സ് ഒരു അക്കാഡമിക് ലെവലിൽ പോവുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നല്ലോ. അല്ല, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആരും, ഈവൻ ഡിസ്റ്റന്റ് കസിൻസിൽ പോലും അങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നോ അങ്ങനെ ആരും നമുക്ക് ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എൻറ്റയർലി ന്യൂ ആയി എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ആദ്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അത് പോയി അറ്റൻഡ് ചെയ്തു, നന്നായിട്ട് വന്നു. അപ്പൊ ഞാനും പ്രതീക്ഷിക്കുന്നില്ല, വീട്ടിലും പ്രതീക്ഷിക്കുന്നില്ല അതിൽ നിന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടെ വരുമെന്ന്. രണ്ടാമത്തെ ഒരു സിനിമ, അപ്പൊ രണ്ടാമത്തെ സിനിമയും വന്ന് ചെയ്തു. രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആവുകയും അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ക്യൂരിയസ് ആവുകയും അല്ലെങ്കിൽ എനിക്ക് ഇത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സാധനം ഇതാണ്, സിനിമയാണെന്നുള്ളത് എനിക്കൊരു തിരിച്ചറിവുണ്ട്. ആ ടൈമിൽ സിനിമയാണ് ചെയ്യാവുന്നുള്ളൂ. അല്ല, ജനറലി ഇത് തന്നെ ചെയ്യണം ഫ്യൂച്ചറിലും, എന്താ ഇത് തന്നെ ചെയ്യാൻ നല്ല രസമുണ്ട്, പഠിക്കാൻ ഏറെയുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ നല്ല. ഞാൻ പറഞ്ഞ റിസൾട്ട് മാത്രമല്ല, നമ്മളൊരു ടേക്ക് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൊമെന്റ് ഓഫ് ഒരു ഇതുണ്ടല്ലോ. അതെ അതെ, അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അതിന് ഇടേണ്ട ഹാർഡ് വർക്ക് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടിനുപരി അതിനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടമാണ്. ജയതിഷേട്ടൻ ചെയ്ത് വേഴ്സറ്റൈൽ റോൾസ് പറയുന്നതിൽ ഒരു 2 പടി മേളിൽ എനിക്ക് പറയാനുണ്ട്, നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട്. അപ്പുക്കുട്ടനാണ് അപ്പുക്കുട്ടൻ, മറ്റേ ഒരു സ്റ്റുഡൻറ്റ്, അങ്ങനെ ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ, മാർക്കോ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ജയതിഷേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, കാട്ടാളനെ അലി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെയൊക്കെയോ അത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് എവിടെയോ തൊടാതെ ഞാനത് കേട്ടിരുന്നു. ഒന്ന് പറയൂ. അല്ല, കാട്ടാളൻ വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറാണ് അലി. അലിയുടെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാറായിട്ടില്ല. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം മാർക്കോയുടെ പ്രൊഡ്യൂസറിൽ നിന്നും ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഡയറക്ടർ പുതിയ ആളാണ്, പോൾ ജോർജ് എന്ന് പറയുന്നത്. പോൾ ജോർജും ക്യൂബ്സ് എന്റർടൈൻമെന്റും ചേർന്ന് ഷെരീഫ് മുഹമ്മദ് ചേർന്ന് തരാൻ പോകുന്നത് ഒരു നല്ല എന്റർടൈനർ ആയിരിക്കും. ആക്ഷൻ പാക്ഡ് എന്റർടൈനർ, അതിൽ യാതൊരു സംശയം വേണ്ട. അതിലും ഈ പറയുന്ന പോലെ എൻ്റെ റോള് അലിയുടെ ഡയമെൻഷൻസ് മാർക്കോയുമായിട്ട് ഒരു സാമ്യമില്ല. ഓക്കെ, അത്രയും ഗ്യാരണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഇത് റിയൽ ജഗദീഷേട്ടനെ കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഒരു ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്തായാലും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആ ടാഗ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ കസിൻ അവരുടെ കാര്യമെല്ലാം ചോദിക്കുന്നത്, അതല്ലാതെ ചിലപ്പോൾ മൂവി ഫ്രണ്ട് ആയിരിക്കാം, ഒരു ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിലും ഇടയ്ക്ക് നമ്മളുടെ ന്യൂസസ് ഇല്ലാതാവുമ്പോൾ സുഖമാണോ എന്ന് വളരെ ജെന്യുവിനായിട്ട് ചോദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാരായിരിക്കും? എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെക്കാൾ ഉപരി നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ആൾക്കാരെന്ന് ഞാൻ പ്രതീക്ഷ പോകുന്നിടത്തുനിന്ന് അവരിൽ നിന്നല്ല. ചിലപ്പോൾ നമ്മൾ അല്ലാതെ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് സുഖമാണ് എന്തായാലും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്നും അല്ല. ജഗദീഷേട്ടനോ? അല്ല, ഞാൻ എൻ്റെ സഹോദരിയുടെ മകള് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറാണ്. ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ അപൂർവമായിട്ട് വിളിക്കാറുണ്ട് ഫോണിൽ വിളിച്ചിട്ട് വിളിക്കുന്നതിന് എന്തെങ്കിലും ഒരു പർപ്പസ് കാണും. ഏതെങ്കിലും ഒരു സിനിമ കണ്ടു, നന്നായിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തും, അത് നന്നായിട്ടുണ്ട്, കൂടെയുള്ള ടീച്ചേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞു, അത് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അവസാനം അവളുടെ ഒരു ചോദ്യമുണ്ട്, മാമ സുഖമായിരിക്കുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ഒരു സിൻസിയറിറ്റി നമുക്ക് അറിയാം. ആ ഒരു കൺസേൺ കാര്യങ്ങളും നമ്മൾ സുഖമായിരിക്കണം എന്നുള്ളൊരു പറച്ചിലാണ്. മാമൻ സുഖമായിരിക്കണം എന്നുള്ളതിന് അവൾ ചോദിക്കണം, മാമൻ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ആഗ്രഹമാണ് ആ ചോദ്യത്തിൽ. She wants you to be fine. അതാണ് അത് എനിക്ക് എപ്പോഴും
മക്കളും അങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മക്കള് പിന്നെ എന്നും വിളിക്കുന്നു. വിളിക്കാം, അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ദിവസം ഒരു ചേട്ടാ മക്കളെക്കാളും കൂടുതൽ ഗ്രാൻഡ് ചൈൽഡ്സ് ആണ് അല്ലേ? ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ഗ്രാൻഡ് ചിൽഡ്രനായിട്ടുള്ള ഇന്ററാക്ഷൻ ഭയങ്കരമാണ്. എങ്ങനെയാ വിളിക്കുന്നത്? മക്കള് അപ്പൂപ്പൻ അപ്പൂപ്പൻ. പിന്നെ അത് പിന്നെ വിളിച്ചു വെക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ തന്നെ അത്. അല്ല, എന്തെങ്കിലും ചെല്ലപ്പേരുകളൊക്കെ അപ്പൂപ്പന് ഏറ്റവും ഇളയ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ അവന് 2.5 വയസ്സായിട്ടില്ല. അവന്റെ അടുത്ത് എനിക്ക് ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് വിളിച്ചു വെക്കും, പിന്നെ അപ്പൂപ്പന്റെ പേരെന്താ? ജീതീഷ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത്. അവൻ അത് പറയുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മോനെ അപ്പൂപ്പന്റെ പേരെന്താ? ജയതീഷ്. അതാ പറയും. അപ്പം എൻ്റെ ടി വിയിൽ എന്തെങ്കിലും എൻ്റെ ഇമേജ് വന്നു കഴിഞ്ഞാൽ, പരസ്യത്തിലായാലും സിനിമയിലായാലും അപ്പൂപ്പൻ. അതെ, അത് എനിക്ക് ഭയങ്കര ത്രില്ലാണ്. അവന്റെ ഈ ജഗദീഷ് വിളി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി ദേവിക അങ്ങനെ ഒരു പേഴ്സൺ. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്സ്. And touch wood, I'm very blessed with great friendships. Wow, I have tattoos with like matching tattoos with like my friends. This is with my best friend. Okay. This is with my other best friend. ഓഹോ, അത്രയ്ക്കും നല്ല ബന്ധമാണ്. ഗജനിയോ? ഗജനിയിലോ? ഇപ്പൊ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഒന്ന് രണ്ടെണ്ണമായി. എന്റെ ഒരു ഫ്രണ്ട് ഇന്നാള് ഞാനൊരു ട്രിപ്പിലായിരുന്നു. ഞാൻ എന്റെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പോയതായിരുന്നു. അപ്പം ഇവൻ എന്നെ രാവിലെ വിളിക്കുക, ഞാനൊരു സ്വപ്നം കണ്ട് ദാറ്റ് യു വർ നോട്ട് ഓക്കെ. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയതാ നീ ഓക്കെ ആണോ നോക്കാൻ വേണ്ടിന്ന്. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് മായൻകുട്ടിയും നമ്മുടെ രാമഭദ്രനുമായിട്ടുള്ള ഒരു സീൻ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ തോന്നുകയാണ്. അതായത് രാമഭദ്രൻ ചോദിക്കുകയാണ് നായികയെ ഇംപ്രസ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ നേരത്ത് ഈ മായൻകുട്ടി പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ള കാര്യം ഇന്ന് സിനിമയിൽ കാണാം. നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു ആർട്ടിഫിഷ്യൽ ടാറ്റു അവളുടെ പേര് വെച്ച് നീ ഇങ്ങനെ, എന്നിട്ട് നീ മനഃപൂർവ്വം കാണിക്കാത്തത് പോലെ തന്നെ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കൈയെടുത്ത് അത് വീട്ടിൽ കാണൂല്ലേ, അച്ഛൻ കാണൂല്ലേ, എടാ അത് മാറ്റിയാളാണ് ആർട്ടിഫിഷ്യൽ. മാറ്റിയതല്ലേ ഈ സാധനം ഇതിന്റെ താഴെ AI ആയിട്ട് ക്രിയേറ്റ് ചെയ്തു ആൾക്കാർ വെക്കട്ടെ അല്ലേ? അത് കറക്റ്റ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അല്ലേ അഡ്വൈസ് പറഞ്ഞു മായൻകുട്ടി അഡ്വൈസ് കൊടുത്തേനെ. അല്ല ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ല രാമഭദ്ര അച്ഛൻ ചോദിച്ചേ രാമഭദ്ര എന്താ കയ്യില്? ഇന്നസെന്റേട്ടൻ പറഞ്ഞേ അവന്റെ കയ്യില് ടേറ്റുണ്ട്. അതിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ എന്റെ മനസ്സിൽ വന്നോണ്ടിരിക്കും. കാരണം തിലകൻ ചേട്ടൻ ആരായി അത് ഉടൻ തന്നെ പറയുന്നു അത് 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 ആരെപ്പോറില്ല. അവര് ചോദിക്കാൻ എന്റെ അടുത്ത് വരുന്നു, അള്ളാണ് ഞാനല്ലേ. അങ്ങനെ ടാറ്റു കഥ ഒരു 5 സീൻ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് രാത്രി ആലോചിക്കും. അടിച്ചു പൊളിക്കാം. താങ്ക് യു.